ഇതെൻ്റെ പുതിയ സ്റ്റോറിയാണ് കേട്ടോ. അയാളും ഞാനും. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ, സ്റ്റോറിയിലേക്ക് പോയാലോ. ഇഷയും അവളുടെ അനിയൻ ഇഷാനും സങ്കടത്തോടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അവിടേക്ക് നേഴ്സ് കടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും ഇഷ കരഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, സിസ്റ്റർ സിസ്റ്റർ എങ്ങനെയുണ്ട് എൻ്റെ അച്ഛന്? ഒരു നിമിഷത്തെ മൗനത്തിനൊടുവിൽ അവർ പറയുകയാണ്, സോറി മോളെ, അച്ഛനെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു നോക്കി, ബട്ട് പറ്റിയില്ല. അത് കേട്ടപ്പോൾ ഇഷ നേഴ്സിനോടായി ചൂടാവുകയാണ്. നിങ്ങൾ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് അതും പറഞ്ഞവൾ അനിയനെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇഷയും അവളുടെ അനിയൻ ഇഷാനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ആ വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. വേറെ ആരും അവർക്ക് ഒരു ആശ്രയത്തിനുണ്ടായിരുന്നില്ല. അച്ഛനായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷങ്ങളുടെ ബാധ്യതയല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവളുടെ അനിയനാണെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻറ്റും കൂടിയായിരുന്നു. എന്തു ചെയ്യണമെന്ന് ഇഷയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൾക്ക് ആകെ സങ്കടമായി. അനിയന് എല്ലാ ആഴ്ചയും ബ്ലഡ് മാറ്റേണ്ടതുണ്ട്. ഇതിന് നല്ലൊരു തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ മാസത്തിലൊന്ന് ചെക്കപ്പുമുണ്ട്. അതിനും വേണം ലക്ഷങ്ങൾ. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അവളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പാർട്ട് ടൈമായിട്ട് ജോലി നോക്കാമെന്നവൾ തീരുമാനിക്കുകയാണ്. അത്യാവശ്യം അവൾ കാണാൻ നല്ല ക്യൂട്ടും മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയുമായിരുന്നു. അവൾ കുറേ ഇടങ്ങളിൽ ജോലി അന്വേഷിച്ച് നടന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ അവൾക്ക് ജോലി നൽകിയതേയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാരശാലയിൽ ഡെൽക്കൻ ഗേളിനെ വേണമെന്ന പരസ്യം കണ്ടു. അടുത്ത ദിവസം അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും ഇൻ്റർവ്യൂ വിത്ത് അപ്പോയിൻറ്റ്മെൻ്റ് ആണെന്നും അവൾ മനസ്സിലാക്കി. അവൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾ തനിക്കുണ്ടായിരുന്ന അത്യാവശ്യം നല്ല ഡ്രസ്സുകളിൽ ഒരെണ്ണം ധരിച്ചു അവിടേക്ക് പോയി. ഒരുപാട് പെൺകുട്ടികൾ നല്ല മോഡേണായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇഷ കരുതുകയാണ്, ഞാൻ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. എനിക്ക് എന്തായാലും ഈ ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ആകെ സങ്കടാവുന്നുണ്ട്. എങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് അവൾ കരുതുകയാണ്. ഇഷയെ കണ്ടപ്പോൾ മറ്റു പെൺകുട്ടികൾ പരസ്പരം നോക്കി സംസാരിക്കാനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങി. അതിൽ കിയാര എന്ന് പറയുന്ന ഒരുത്തി, നീ ഏതാ, ഇവിടുത്തെ തൂപ്പുകാരിയാണോ എന്നൊക്കെ ചോദിച്ച് അവളെ നന്നെ കളിയാക്കുകയും ചെയ്തു. ഇഷയ്ക്ക് സങ്കടമായി. എങ്കിലും ഇഷ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇൻ്റർവ്യൂവിനായി ഓരോരുത്തരെ വിളിച്ചു. കയറിപ്പോയവരൊക്കെ റിജക്റ്റായിട്ടാണ് തിരിച്ചു വരികയാണ്. ഓരോരുത്തരും റിജക്റ്റ് ആകുന്നത് കണ്ട് മറ്റുള്ളവർക്കും ആകാംക്ഷ തോന്നി. എന്തായിരിക്കാം ഇങ്ങനെ റിജക്റ്റ് ആവുന്നത്? എന്താണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ മാനദണ്ഡം? ഇത്രയും മോഡേണും സുന്ദരികളുമായ പെൺകുട്ടികൾ റിജക്റ്റായി വരുന്നത് കണ്ടപ്പോൾ ഇഷ കരുതി, താൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമോ വേണ്ടയോ എന്ന്. അടുത്തത് ഇഷയുടെ ഊഴമായിരുന്നു. പെട്ടെന്ന് തന്നെ അകത്തു നിന്നും പേര് വിളിച്ചു, ഇഷ ദേശായി. അവൾ പേടിച്ചു ഭയത്തോടെയാണ് അവിടേക്ക് കയറിപ്പോയത്. എന്നാൽ ഇഷയെ കണ്ട ഷോപ്പ് മാനേജർ ഇൻ്റർവ്യൂ പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓക്കെ പറഞ്ഞു. ഈ മുഖമാണ് വെൽക്കം ഗേളായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവരുടെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുമുണ്ട്. ശേഷം അവളുടെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിക്കുകയും ചെയ്തു. മാസം 2 ലക്ഷം രൂപ സാലറി കൊടുക്കാം ഈ പോസ്റ്റിനെന്ന് അവളോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇഷയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. താന്
താൻ ഈ കേട്ടതൊക്കെ സത്യമാണോ അതോ സ്വപ്നമോ എന്നൊക്കെ അവൾ കരുതി. അങ്ങനെ വലിയ ആ സ്വർണ്ണക്കടയിലെ വെൽക്കം ഗേളായിട്ട് ഇഷയ്ക്ക് ജോലി കിട്ടുകയാണ്. പെട്ടെന്നാണ് ആ സ്വർണ്ണക്കടയിലേക്ക് ഒരു കാർ വന്ന് നിന്നത്. കാറിൽ നിന്നും കോട്ടും സൂട്ടുമൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരനായ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ആഡംബര കാറിൽ നിന്നും ഇറങ്ങിയ ആ യുവാവ് പടികൾ കയറി ഷോപ്പിലേക്ക് നടന്നു വരികയായിരുന്നു. കോട്ടും സ്യൂട്ടും അണിഞ്ഞ അവൻ്റെ ഗാംഭീര്യം കണ്ട് അവിടെയുള്ള ജീവനക്കാരെല്ലാം ഒന്നു പതറി. അവനായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ യങ് ആൻഡ് ഡൈനാമിക് ഉടമ അർജുൻ വർമ്മ. തൻ്റെ പുതിയ ജോലിയിലെ ആദ്യ വെല്ലുവിളിയാണെന്ന് ഉറപ്പിച്ച ഇഷ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി കയ്യിലുള്ള പൂക്കൂടയുമായി അവനെ സ്വീകരിക്കാൻ മുന്നോട്ട് നീങ്ങി. എന്നാൽ പരിഭ്രമം കാരണം അവളുടെ കാലുകൾ ഒന്നിടറി. പെട്ടെന്ന് ബാലൻസ് തെറ്റിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൂക്കൾ തെറിച്ചു വീണു. താഴെ വീഴാൻ പോയ ഇഷ കണ്ണുകൾ മുറുക്കിയടച്ചു. എന്നാൽ അവൾ താഴേക്ക് വീണില്ല. ശക്തമായ ഒരു കൈ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി അവളെ താങ്ങി നിർത്തിയിരുന്നു. ഇഷ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് ആ യുവാവാണ്. തൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ ഇഷയുടെ മിഴികളിൽ തറച്ചു നിന്നു. ആ നിമിഷം അവർക്കിടയിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായതുപോലെ അർജുന് തോന്നി. ചുറ്റുമുള്ള ബഹളങ്ങളെല്ലാം മാഞ്ഞു പോയതുപോലെ ഒരു നിശബ്ദത. അർജുൻ അവളെ സാവധാനം നേരെ നിർത്തി. അവളുടെ കണ്ണുകളിലെ പേടിയും സങ്കടം കലർന്ന ആ നിഷ്കളങ്കത അവനിൽ ഒരു പുതിയ അനുഭവം നിറച്ചു. തെറിച്ചു വീണ പൂക്കളിലൊന്ന് അവൻ്റെ കോട്ടിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സോറി സാർ, ഞാൻ പെട്ടെന്ന് ഇഷ വിക്കി പറഞ്ഞു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ തൻ്റെ അസിസ്റ്റൻറ്റിനെ അവിടേക്ക് വിളിപ്പിച്ചു. അയാളോട് ചോദിച്ചു, ഇതാണോ പുതിയ വെൽക്കം ഗേൾ? അതെ സാർ, ഇന്ന് ജോയിൻ ചെയ്തതാണ്. പേര് ഇഷ. മാനേജർ വിറയലോടെ മറുപടി നൽകി. അർജുൻ ഇഷയെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇത്രയും ആകർഷകത്വമുള്ള കണ്ണുകളുള്ള പെൺകുട്ടിയെ അവൻ പ്രതീക്ഷിച്ചതേയില്ല. അവൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല. അവളുടെ നോട്ടത്തിലും നടപ്പിലും ഭാവത്തിലുമെല്ലാം എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവളുടെ വേഷത്തിനപ്പുറം ആ മുഖത്ത് ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു ജീവിതഭാരം അവന് തിരിച്ചറിയാൻ സാധിച്ചു. അവൻ ഇഷയോടായി പറഞ്ഞു, ശ്രദ്ധിക്കണം, പൂക്കൾ താഴെ വീണാലും കുഴപ്പമില്ല, പക്ഷേ നാം നിൽക്കുന്ന മണ്ണ് ഉറപ്പുള്ളതായിരിക്കണം. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായും ഇഷയ്ക്ക് മനസ്സിലായില്ലെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ കാറ്റ് വീശിയതുപോലെ അവൾക്ക് തോന്നി. അർജുൻ്റെ ആ ഗാംഭീര്യമുള്ള നോട്ടത്തിന് പിന്നിൽ ഇഷ ഒന്ന് തളർന്നു. അവളെ താങ്ങിപ്പിടിച്ച കൈകളിൽ നിന്ന് മെല്ലെ അടർന്നു മാറിയെങ്കിലും ആ സമയത്ത് അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവർക്കിടയിലെ മൗനം ഒരു കവിത പോലെ പെയ്തിറങ്ങി. അർജുൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ ഇഷയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. മുകളിലെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു കയറുമ്പോഴും അർജുൻ്റെ മനസ്സിൽ ഇഷയുടെ ആ വിണർന്ന കണ്ണുകളായിരുന്നു. അവളുടെ നിഷ്കളങ്കത അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ ഉടൻ തന്നെ തൻ്റെ മാനേജരെ അടുത്തേക്ക് വിളിപ്പിച്ചു. മാനേജർ, ഇഷയെ വെൽക്കം ഗേൾ പോസ്റ്റിൽ നിന്നും മാറ്റണം. അർജുൻ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു. മാനേജർ ഒന്ന് പരിഭ്രമിച്ചു. എന്താ സാർ, എന്താ വല്ല തെറ്റും പറ്റിയോ? അല്ല, അവൾക്ക് അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം നൽകണം. ഇന്നു മുതൽ ഇഷ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരിക്കും. എൻ്റെ ഫയലുകളും മീറ്റിങ്ങുകളും എല്ലാം നോക്കേണ്ടത് ഇനി അവളായിരിക്കണം. അർജുൻ വർമ്മയുടെ മാനേജർ ഈ വിവരം ഇഷയെ ധരിപ്പിച്ചു. എങ്കിലും അവൾക്കത് വിശ്വസിക്കാനായില്ല. ആഡംബരം തുളുമ്പുന്ന അർജുൻ്റെ ക്യാബിനിലേക്ക് അവൾ പേടിയോടെ കടന്നു ചെന്നു. അവിടെ എയർ കണ്ടീഷണറിലെ തടുമ്പിലും അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. സാർ, എന്നെ വിളിച്ചിരുന്നോ? അവൾ മെല്ലെ ചോദിച്ചു. അർജുൻ ഫയലിൽ നിന്നും തല ഉയർത്തി. അവളുടെ വേഷത്തിൽ മാറ്റമില്ലെങ്കിലും ആ കണ്ണുകളിൽ ഇപ്പോൾ പഴയതിനേക്കാൾ വലിയൊരു തിളക്കമുണ്ട്. അവൻ കസേരയിൽ ചാരി നിന്ന് അവളെ ഒന്നു നോക്കി. ആ നോട്ടത്തിൽ അധികാരത്തേക്കാൾ ഉപരി എന്തോ ഒരു അനുരാഗം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇഷ,
നിന്റെ പുതിയ ക്യാബിൻ അപ്പുറത്താണ്. ഇനി മുതൽ നീ എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. നീ എവിടെ പോകണം, എപ്പോൾ വരണം, നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ കൂടി നീ എൻ്റെ പെർമിഷൻ ചോദിക്കണം. നിനക്ക് ഞാൻ പറയുന്ന ശമ്പളം തരും എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. നിന്റെ അനിയൻ്റെ കാര്യമോർത്ത് നീ പേടിക്കേണ്ട. അവൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ശ്രദ്ധിച്ചോളാം. അർജുൻ സൗമ്യമായി പറഞ്ഞു. സാർ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത്? ഇഷയുടെ സ്വരം വല്ലാതെ ഇടറി. അർജുൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അവരുടെ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ നമ്മുടെ ആരൊക്കെയോ ആണെന്ന്. എന്തിനാണെന്ന് എനിക്കും അറിയില്ല. എന്നോടൊന്നും ചോദിക്കരുത്. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇഷയുടെ ഉള്ളിൽ 1000 പൂത്തിരികൾ ഒരേ സമയം കത്തിയതുപോലെ തോന്നി. അവൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ മിഴികൾ അർജുനോട് നന്ദി പറഞ്ഞു. അവൾക്ക് അവനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ രണ്ടുപേരും അത് പുറത്ത് പറഞ്ഞില്ല. ആ വലിയ ഷോറൂമിനുള്ളിൽ ഫയലുകൾക്കും ബിസിനസ്സിനുമിടയിൽ ആരും കാണാതെ വിരിയുന്ന പ്രണയപ്പൂവായി അവരുടെ ബന്ധം മാറുകയായിരുന്നു. എന്നാൽ ഈ ഷോറൂമിൽ ഇഷയ്ക്കൊരു എതിരാളിയുണ്ടായിരുന്നു, വേദ. അവൾക്ക് അർജുനോട് പ്രണയമായിരുന്നു. സോറി, അർജുനോടല്ല, അവൻ്റെ പണത്തോട്.